ഇനി ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ നോക്കൂ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു അർത്ഥ മനസ്സോടുകൂടിയാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിലും സർക്കാരിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അതെ, എന്റെ കാര്യങ്ങൾ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്തെങ്കിലും ഇന്റന്റ് ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലും രണ്ട് അഭിപ്രായം വളരെ കൂടുതലായിട്ടുണ്ട്. ഇന്റന്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് പൊതുസമൂഹത്തിലടക്കം കൂടുതൽ സജീവമായിട്ട് നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തലമറന്ന് എന്നെ വേണ്ട. ഇന്ന് ഈ അവസരത്തിൽ നമ്മൾ മന്ത്രിയായിട്ടുള്ള ശ്രീ സജി ചെറിയാനോട് ചോദിച്ചാലും അദ്ദേഹം ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പറയാനായിട്ട് അദ്ദേഹം തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. കോടതി പരിഗണിക്കട്ടെ, കോടതി പറയട്ടെ, കോടതി പറയുന്നത് പോലെ ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഒരു സേഫ് സോണിൽ കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആരെങ്കിലും ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ വെറുതെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാനായിട്ട് സർക്കാർ താല്പര്യപ്പെടുന്നില്ല എന്ന ഒരു സന്ദേശം സർക്കാർ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രശ്നം, ശ്രീമതി മാലാ പാർവതിയുടെ ഈ വിഷയത്തിൽ ഞാൻ കാണുന്ന ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് ശ്രീമതി മാലാ പാർവതി പറയുന്നത് അക്കാഡമിക് താല്പര്യത്തോടു കൂടിയാണ് ഈ കമ്മിറ്റിയുടെ മുമ്പാകെ ഹാജരായത് എന്ന് പറയുന്നുണ്ട്. തനിക്ക് അറിയാവുന്ന അനുഭവങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാടരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷ നൽകുന്ന രീതിയിലേക്കുള്ള ഒരു നിയമനിർമ്മാണം ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് തന്റെ എക്സ്പീരിയൻസ് പറയുന്നത് എന്നാണ് മാലാ പാർവതി മാധ്യമങ്ങളുടെ മുന്നിൽ പല മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന അഭിമുഖങ്ങളിൽ പറയുന്നത്. ഭയങ്കരൻ ബുദ്ധി തന്നെ. പക്ഷെ ഇതിലൊരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം, ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ വന്ന് ആൾക്കാർ മൊഴി നൽകിയിരിക്കുമ്പോൾ അവരാ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് എത്രത്തോളം കൺവിക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇത് വലിയ ചർച്ചകൾക്ക് ഇനി വഴിവെക്കും. ഏത് കാര്യത്തിനിറങ്ങിയാലും ലോക തോൽവി. എനിക്ക് കേസ് വേണ്ട, എന്നോട് മോശമായി പെരുമാറിയിരിക്കുന്ന ആൾ ഇന്ന് മറ്റേതോ മേഖലയിൽ പ്രവർത്തിക്കുകയായിരിക്കാം. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എപ്പോഴാണ് മാറി മറിയുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു മുൻകരുതൽ. അയാൾക്കും കുടുംബമുണ്ട്, ഇയാൾ വഴി മറ്റു പല ആൾക്കാരിലേക്കും ഈ അന്വേഷണം ചെല്ലുന്നു, അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല തുടങ്ങിയ രീതികളിലേക്കൊക്കെയാണ് നമ്മൾ അടുത്ത കർക്കിടകത്തിലെ നാട്ടുകാർക്ക് രാമായണം വായിക്കാനുള്ള മുതലാത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട്. ആളിന്റെ പേരൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, സിനിമ ഏതാണെന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് ആ നേരത്ത് അതിനൊന്നും തോന്നിയില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് എന്തുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് അന്വേഷണം പോകുന്നത്? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇപ്പോൾ ശ്രീമതി മാലാ പാർവതി തന്നെ ഇവിടെ പറഞ്ഞു, മറ്റ് ഒന്ന് രണ്ട് ആൾക്കാർ അവരിലേക്ക് SITയുടെ അന്വേഷണം പോകുന്നു, അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അതിൽ പല ആൾക്കാരും പുറത്താണ്. അവര് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലോ, നിങ്ങൾ എന്താണ് ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്? അപ്പൊ ഇത് ഏതെങ്കിലും സമയത്ത് കോടതി ഇടപെട്ടുകൊണ്ട് സർക്കാരിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ അതിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരേ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുമെന്ന് മാത്രമാണ്. അപ്പൊ സർക്കാർ പേപ്പറിൽ വെറുതെ നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരുടെ പേര് ആരോപണമായിട്ട് എഴുതി ചേർക്കുന്നതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അയാൾക്കും മാനമുണ്ട്. നിങ്ങൾക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്കെതിരെ മാനനഷ്ട കേസിന് അദ്ദേഹത്തിന് പോകുന്നതിന് പോലും പറ്റുമോ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളിൽ വീണ്ടും തർക്കമുണ്ട്. അടുത്ത പരിപാടി ഡാൻസും അപ്പൊ നമുക്ക് ആരെയെങ്കിലും ഷെയിം ചെയ്യാം, അവരുടെ പേര് നമുക്ക് സർക്കാർ കടലാസിൽ പ്രിന്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് പറയാം. പക്ഷെ നമുക്കതിൽ അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പറയുന്നത് സത്യസന്ധതയില്ലാത്ത നിലപാടാണ്. കൺവിക്ഷൻ ഇല്ലാത്ത നിലപാടാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ എന്തിനാണ് അവരുടെ ജീവിതം ഏത് രീതിയിലാണെന്നുള്ള കാര്യത്തിനെ പറ്റി ഇന്ന് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് പറയുന്നത് എന്തിനാണ്? ഇവനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ഈ പറയുന്ന സമയത്തും മാലാ പാർവതി ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നില്ലേ? അതോ അതിനുശേഷം സെൻസിറ്റീവ് പേഴ്സൺ ആയതാണോ? താങ്കളുടെ അഭിമുഖങ്ങളിൽ താങ്കൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ പോലീസ് കേസ് ഉറപ്പാ? എടാ നീ അറിഞ്ഞ എന്നാ അടുക്കളയിൽ ഇടിച്ചടാ, അവിടെ ഇടിച്ച്